ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് എൻ്റെ ചുരിദാറൊക്കെ കൊള്ളാമോ? ഇത് കുർത്തീസ് വേൾഡ് നിമിഷയിലുള്ള ചുരിദാറാണ് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം, ഡ്രസ്സിൻ്റെയൊക്കെ. അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോട്ടോ. നല്ല നല്ല ഡ്രസ്സിൻ്റെ ഡിസൈൻസൊക്കെ അതിനകത്ത് ഡ്രസ്സൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്നെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്യൂട്ടി പാർലർ ഉണ്ട്. അവൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ചെറുവത്തൂർ ദീപ ഗോൾഡിൻ്റെയൊക്കെ ആ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോർ, വെസ്റ്റ് ബേക്കറിയുടെ ഒക്കെ ഓപ്പോസിറ്റ് വരും. അപ്പോൾ ഞാനിന്ന് അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയിട്ടൊന്ന് ഹെയർ സ്പായും ത്രെഡിങ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി സ്ഥലത്ത് നിന്ന് ഹെയർ സ്പാ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് എന്തോ ചെയ്തപ്പോൾ എനിക്കെന്ത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാൽ അവരുടെ സർവീസ് ആയാലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഒന്നും എന്താ നമ്മുടെ വീട്ടിലൊക്കെ പോയിരുന്ന നമ്മൾ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ, ഒരു ഹോംലി ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ചെയ്തിടുവാണെങ്കിൽ അവർക്കും ഒരു ഉപകാരമായി. ഇനി അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് 2 മാസം അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. എല്ലാ എന്താ പറയുക, എല്ലാ സർവീസസും ഉണ്ട് അവിടെ. ഹെയർ കട്ടിങ് ആയാലും അവരുടെ ഹെയർ കട്ടിങ് സൂപ്പർ കേട്ടോ, ഒന്നും പറയാനില്ല. എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ വേണ്ടി. ഹെയർ സ്മൂത്തനിങ്, കളറിങ്, ഡൈയിങ്, അതുപോലെ തന്നെ പെഡിക്യൂർ, മാനിക്യൂർ, ബ്രൈഡൽ മേക്കപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ബ്രൈഡൽ മേക്കപ്പിന് എല്ലാത്തിനും അവിടെ നല്ല എന്താ പറയുക, അഫോർഡബിൾ ആയിട്ട് റേറ്റ് കേട്ടോ. നമുക്ക് സാധാരണ പാർലറിൽ പോകുന്നതിനേക്കാളൊക്കെ കുറച്ചൊരു കുറവ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ചെറുവത്തൂർ ആ ഭാഗത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇവരുടെ പാർലർ എന്തായാലും പോകണം കേട്ടോ. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിനൊക്കെ ഓപ്പോസിറ്റ് അവിടെ ഉള്ളവർക്ക് ഞാൻ ലൊക്കേഷൻ പറയുമ്പോൾ തിരിയായിരിക്കും. ബെസ്റ്റ് ബേക്കറിയുടെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് ഉള്ള ദീപ ഗോൾഡിൻ്റെയൊക്കെ ആ ബിൽഡിങ്ങാണ്. 2nd ഫ്ലോറിലായിട്ട് ബ്യൂട്ടി കോർണർ എന്നാണ് ഇവരുടെ പാർലറിൻ്റെ പേര്. ഇപ്പോൾ ഒരാളുടെ ഒരു ഹെയർ സ്പായ്ക്ക് വന്നാക്കുന്ന ചേച്ചി അവിടെ വന്നാക്കുന്നത്. അപ്പോൾ അവർ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുമോ. അതിനിടയ്ക്ക് വേറെ കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട്. എന്താ പറയണ്ടേ, ഇവർ രണ്ടുപേരായിട്ട് ബ്യൂട്ടീഷ്യൻസ്, ഒന്ന് വിജിതയും ഒന്ന് പ്രജിത എന്ന് പറയും. ഇവർ രണ്ടുപേരുമാണ്. രണ്ടുപേർക്ക് നല്ല എക്സ്പീരിയൻസുള്ള ആൾക്കാരാട്ടോ. 6-7 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നല്ല സർവീസ്. നമ്മൾ ഹോംലി ഫീൽ തന്നെയൊക്കെ നമുക്കിപ്പം എന്താ ഒരു ആദ്യമായിട്ട് വരുന്ന അങ്ങനത്തെ ഒരു തോന്നലൊന്നുമില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പം ഈ ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവരുടെ അടുത്ത് വരണം കേട്ടോ. ബ്യൂട്ടി പാർലറിൽ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വന്ന് നോക്കണം. ഞാൻ പറയുന്നത് വെറുതെ ആണോ എന്ന് അറിയണ്ടേ, ശരിയുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വരിക, അവരെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. അവരുടെ വർക്കിൻ്റെ 1-2 വീഡിയോസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ബിഫോറും ആഫ്റ്റർ നിങ്ങളൊന്ന് നോക്കിക്കേ, എന്ത് മാറ്റം നോക്കി. നിങ്ങൾ ഇപ്പോഴത്തെ ഹെയറും അത് ഹെയർ കട്ടിന് ശേഷമുള്ള ഹെയർ നോക്കിക്കേ, എന്ത് ഭംഗി. ആ ഹെയർ തന്നെയാണത് നമുക്ക് സംശയിച്ചു പോലെ. അത്രയ്ക്ക് നല്ല അടിപൊളി വർക്ക് കേട്ടോ. കാരണം എനിക്കത് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്താ പറഞ്ഞാൽ ഇടത്തില്ല. നമുക്ക് ഒരു തൃപ്തി തോന്നാതെ നമ്മളങ്ങനെ ചെയ്യത്തില്ലല്ലോ. കണ്ടില്ലേ, ഹെയർ കളറിങ്ങൊക്കെയായാലും എത്ര സൂപ്പറാന്ന് നോക്കിക്കേ. അപ്പം ഹെയർ കളർ ചെറുപ്പത്തൊരു ഭാഗത്തുള്ളവർ ഹെയർ കളർ ചെയ്യാനോ ഹെയർ കട്ട് ചെയ്യാൻ, ഹെയർ സ്പാ ചെയ്യാൻ ഒക്കെ ആഗ്രഹിക്കുന്നവർ ഇവരുടെ അടുത്ത് പോകണം കേട്ടോ. പിന്നെ ഇവർ ബ്രൈഡൽ മേക്കപ്പ്, അതുപോലെ റിസപ്ഷൻ മേക്കപ്പ്, പാർട്ടി മേക്കപ്പ്, പിന്നെ ഡാൻസിൻ്റെയൊക്കെ മേക്കപ്പ് ഉണ്ടല്ലോ, അങ്ങനെ എല്ലാ മേക്കപ്പുകളും ചെയ്യും കേട്ടോ. വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ല പാർലറിൽ വന്നിട്ടാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യും കേട്ടോ. അപ്പം ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും.